ജിഷനും അമയയും വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അമയെക്കുറിച്ച് ചില മോശം പരാമർശങ്ങളും നടത്താറുണ്ട് പലരും. വരദയും ജിഷനുമാണ് നല്ലതെന്നും വരദയ്ക്കും ജിഷനും നേടാൻ സാധിക്കാത്തതെല്ലാം അമയ നട്ടിയെടുക്കുകയാണെന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അമയ മുന്നോട്ട് പോകുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അമയെ കടന്നു വന്ന വഴികൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയാം. എൻ്റെ മക്കളാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ഒരു പതിയ വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ നേടേണ്ടി വന്ന പല സംഭവ വികാസങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ സാഹചര്യത്തിലും എന്നെ മനസ്സിലാക്കി നിൽക്കുന്ന എൻ്റെ മക്കൾ തന്നെയാണ് എന്ന് പറയുന്നു. ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് കടന്നു വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ മക്കളുടെ സ്നേഹവും സമാധാനവും തന്നെയാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് പോലും എൻ്റെ മക്കൾ കാരണമാണെന്ന് എല്ലാ അമ്മമാരും പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നു. പിന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് നല്ലൊരു കലാവാസനയും തന്നു. കുട്ടിക്കാലം മുതൽക്കേ കലയോടുള്ള ഇഷ്ടം കൊണ്ടാകണം ക്യാമറ ഫേസ് ചെയ്യാൻ അധികം പേടിയുണ്ടായിരുന്നില്ല. ജീവിതത്തിലെ മോശം ഘട്ടങ്ങളിലും ഡിഡക്ഷൻ മേക്കിങ്ങിലും ഒക്കെ തന്നെയും വളരെ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരാണെന്നും വളരെയധികം ഹൃദയശുദ്ധിയുള്ള എൻ്റെ കൂട്ടുകാരെ കിട്ടിയതിലും ഞാൻ ഏറെ ഭാഗ്യവതിയാണെന്നും കരുതുന്നു. ഡയറി എഴുതുന്ന ശീലം തന്നെ കുട്ടിക്കാലം മുതൽക്കേ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എഴുത്തുകളൊക്കെ തന്നെയും ഇടുന്നു എന്ന് മാത്രം. ജീവിതം പിന്നെ പല ടെസ്റ്റുകളുടെയും കടന്നുപോയപ്പോൾ തിരഞ്ഞെടുത്ത ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അതിൽ സീക്രട്ട് എന്ന ബുക്ക് വളരെ ഇഷ്ടമാണെന്നൊരു മാജിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പറയുന്നു. ക്ലാസിക്കൽ ഡാൻസാണ് തനിക്ക് എന്നും ഒരു മുൻപന്തിയിൽ. അച്ഛനും അമ്മയും സിസ്റ്ററും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബമെന്ന് മുൻപ് ഒരിക്കൽ അമയ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൻപുറത്തെ ഒരു സാധാരണ ഓർത്തഡോക്സ് ഫാമിലിയിലാണ് അമയ്യ ജനിച്ചതും. അച്ഛനും അമ്മയും വലിയ പിന്തുണക്കാരായിരുന്നുവെന്നും ഉപദ്രവം തന്നുവെന്നും പറയാനാക്കില്ല. പക്ഷേ സഹോദരി എന്തിനും ഏതിനും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാലല്ല, സമത്വത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഭൂമിക്കൊരു അയച്ചു തരുന്നുണ്ടെന്നും പറയുന്നത് പോലെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്തു പോകാൻ സ്ത്രീക്കും പുരുഷനും സാധിക്കണമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നു. ഇപ്പോഴും അത് പഠിക്കുന്നുണ്ട്. 5 വർഷമാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം കാണാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അത് വൈറലാകുന്നത്. ചെറിയ പ്രായത്തിലെ തന്നെ വിവാഹിതരായിരുന്നു. വീട്ടുകാരുടെയും എടുത്ത തീരുമാനമായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയെ ഡിവോഴ്സുമായി. എങ്ങനെ ഘട്ടത്തെ അതിജീവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാം ചുറ്റുമായി തന്നെ നടന്നതാണ്. എനിക്കറിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി മാറുകയായിരുന്നുവെന്ന് അമ്മയെ തന്നെ വെളിപ്പെടുത്തുന്നു. അമ്മയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ട്. ആരാധകർക്കും അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമായി മാറുന്നു. എൻ്റെ ചുറ്റിനും എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോളിക്കാൻ ഞാൻ വേണ്ടി തീരുമാനമെടുത്തു. വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ആരും പരിഹാരം കണ്ടില്ല. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നില്ല. ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച ശേഷമാണ് തീരുമാനം എടുത്തത്. ഞാൻ തന്നെയാണ് വക്കീലിനെ കണ്ടതും കേസ് കൊടുത്തതെന്നും പറയുന്നുണ്ട്. ഞാനിപ്പോൾ എന്നെക്കാളും ചെറുതായ 2 കുഞ്ഞുമക്കളെ മാത്രമാണ് കൈമുതലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനപ്പുറം ഒന്നും കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ അങ്ങനെയാണ് നടക്കുക. ഉറപ്പുള്ള കാര്യമാണ് അതൊക്കെ എന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.